ട്രാവലിംഗ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ തന്നെ അതിമനോഹരമായൊരു സ്ഥലത്താണ്, മൺട്രോത്തുരുത്ത് അഥവാ മൺട്രോ ഐലൻഡ്. അഷ്ടമുടിക്കായലിനും കല്ലടയാറിനും നടുവിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു ദ്വീപ സമൂഹമാണ് മൺട്രോ ഐലൻഡ്. ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റികളിലൊന്നാണ് ബോട്ടിംഗ്. അതിൽ കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നതും ഇതുപോലത്തെ ചെറിയ വള്ളങ്ങളാണ്. അതിൻ്റെ കാരണങ്ങൾ നമുക്ക് പുറകെ പറയാം. ചെറിയ വള്ളങ്ങളെ കൂടാതെ കയാക്കിങ്ങിന് വേണ്ടിയുള്ള ബോട്ടുകളും ഇവിടെ അവൈലബിൾ ആണ്. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ തുഴയാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ബോട്ടുകളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളെ കൂടാതെ ഒരുപാട് ഫോറിനേഴ്സും വരുന്ന ഒരു പോയിൻ്റായി മാറിക്കഴിഞ്ഞു നമ്മുടെ ഈ മൺട്രോത്തുരുത്ത്. അപ്പോൾ നമ്മളിന്ന് എന്തായാലും കയാക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. ചെറിയൊരു വള്ളം എടുത്ത് ചെറിയൊരു ബോട്ട് സഫാരി ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഇതാണ് നമ്മുടെ ചന്ദ്രബാബു ചേട്ടൻ. വളരെ ആസ്വദിച്ചുകൊണ്ടാണ് ചേട്ടൻ നമ്മളെ ഈ വള്ളത്തിൽ കൊണ്ടുപോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ചെറിയ വള്ളത്തിൽ പോകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള കൊച്ചു കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയൊക്കെ പോകാൻ സാധിക്കും. നല്ല ബാലൻസ് ഉള്ളതുകൊണ്ടാണ് ചേട്ടൻ ഇതുപോലെ നിന്നുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് ഈ പ്രായത്തിൽ വള്ളം തുഴയുന്നത്. ഈ ഒരു ഏരിയയിൽ നമ്മൾ കാണുന്നത് ചെറിയ രീതിയിലുള്ള മത്സ്യകൃഷിയാണ്. പുതിയ റെയിൽവേ ലൈനില്ലേ 1957 വന്നതാണ്. ആ കാലയളവിൽ ആ റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മണ്ണ് വേണമല്ലോ. ആ മണ്ണിന് വേണ്ടിയിട്ട് അത് സർക്കാരാണ് വിലക്കെടുത്ത് റെയിൽവേ അതിൽ നിന്ന് മണ്ണെടുത്ത് വരമ്പുണ്ടാക്കിയത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ വെള്ളം ചൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള കുഞ്ഞു പാലത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇതുപോലുള്ള കുഞ്ഞു വള്ളങ്ങളാണ്. നമ്മളിപ്പോൾ കാണുന്നത് മൺട്രോത്തുരുത്തിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ടുള്ള ആ കണ്ടൽക്കാട് കൊണ്ടുള്ളൊരു ആർച്ചാണ്. നമ്മൾ ഗൂഗിളിലൊക്കെ മൺട്രോത്തുരുത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഒരു ആർച്ചാണ്. പരമ്പരാഗതമെന്ന് തൊഴിലെന്ന് പറയുന്നത് കയർ മേഖലയായിരുന്നു. കയർ മേഖല, മണൽ, ചെളി ഇവയാണ് ഇവിടുത്തെ അന്നത്തെ തൊഴിൽ മേഖല. ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ കുറേ പുതുതായിട്ട് വന്നെന്ന് പറയുന്നത് കശുവണ്ടി മേഖലയായിരുന്നു. അതും ഭാഗികമായിട്ട് ഇപ്പം നിലച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് ഈ ടൂറിസം മേഖലയിൽ ഇപ്പം കുറച്ച് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. IT മേഖലയിലും കുറച്ച് വർക്കുകൾ. പിന്നെ നിർമ്മാണ മേഖല. ഇത് മാത്രമേ ഇന്ന് മൺട്രോത്തിലെ ഉപജീവന മാർഗമുള്ളൂ. ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വേലിയേറ്റം. മൺട്രോത്തിൻ്റെ ഒരു 40% താമസക്കാരെ ബാധിച്ചിരിക്കുകയാണ്. നിങ്ങൾ മൺട്രോത്തുരുത്തിലോട്ട് വരുവാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ചൂസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം ഒന്നുകിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഇതുപോലുള്ള സൺസെറ്റിൻ്റെ ടൈം. ഇവിടുത്തെ സൺസെറ്റിനെ പറ്റി എൻ്റെ നരേഷൻ്റെ ആവശ്യമില്ലാതെ ഈ വിഷ്വൽസിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര മനോഹരമാണ് ഈ കായലിലൂടെയുള്ള സൺസെറ്റ് സമയത്തുള്ള ഈ ഒരു ബോട്ട് റൈഡ്.
അവിടെ കുറച്ച് പയ്യന്മാർ കക്ക വാരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു പോയിന്റിലായിട്ട് നമുക്ക് ഈ കായലിൻ്റെ നടുവിൽ ഇറങ്ങി നിൽക്കാൻ പറ്റും. കാരണം വലിയ ആഴമില്ലാത്തൊരു പോയിൻ്റാണിത്. ഇവിടെ കൊച്ചു കുട്ടികൾ സഹിതം ഇറങ്ങി നിൽക്കുന്നുണ്ട്, ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. സൂര്യാസ്തമയത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ സൂര്യാസ്തമയത്തിന് ശേഷം ഈ കായലിന് വല്ലാത്തൊരു ശാന്തതയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യാത്ര ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം.